നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ വാണിംഗ് ആണ് ക്രിസ്മസ് പരീക്ഷ നൽകുന്നത്. എന്താണ് വാണിംഗ്? അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഇനി അങ്ങോട്ട് പരീക്ഷാക്കാലമാണ് വരാൻ പോകുന്നത്. IT പരീക്ഷയുണ്ട്, മോഡൽ എക്സാം ഉണ്ട്, ഫൈനൽ എക്സാം ഉണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടികളെ, ക്രിസ്മസ് പരീക്ഷ ഒരു വലിയ വാണിംഗ് ആണ് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷകളൊന്ന് ഓർത്തു നോക്കുക. ഇംഗ്ലീഷ് പ്രതീക്ഷിക്കാത്ത പല ചോദ്യങ്ങളും വന്നു അല്ലേ? ഫിസിക്സ് നിങ്ങളിൽ പലരെയും ബുദ്ധിമുട്ടിച്ചു അല്ലേ? ബയോളജി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു. കെമിസ്ട്രി പോലും എല്ലാവർക്കും എളുപ്പമായിരുന്നില്ല. പല ചോദ്യങ്ങളും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. എന്നാൽ താരതമ്യേന ഓക്കെയാണ് എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ചോദ്യപേപ്പറുകളുടെ നിലവാരത്തിൽ വലിയ വർധനവ് വന്നിരിക്കുന്നു. നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിൽ ചോദിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ, ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറാൻ പോവുകയാണ്. ഈ വർഷം ഈ ടെക്സ്റ്റ് ബുക്കുകൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ചോദിക്കാത്ത എല്ലാതരം ചോദ്യങ്ങളും ചോദിക്കുകയാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇതുവരെ ഒരു പ്രീവിയസ് ഇയർ എക്സാമിലും ചോദിക്കാത്ത ചോദ്യങ്ങൾ പോലും ഇത്തവണ നമ്മൾ കണ്ടു. പ്രതീക്ഷിക്കാത്ത പാറ്റേൺ ചോദ്യങ്ങൾ കാണുന്നു. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങൾ കാണുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം SSLC പരീക്ഷയ്ക്ക് മുന്നേ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ മതിയാകില്ല എന്ന് തന്നെയാണ് ഈ പരീക്ഷകൾ നൽകുന്ന സൂചന. കാരണം ഇനി അങ്ങോട്ട് ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും ഉത്തരം എഴുതാൻ പ്രിപ്പയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ സംശയമില്ല. ആലോചിച്ച് നോക്കുക. ഫിസിക്സിനോ അല്ലെങ്കിൽ ബയോളജിക്കും എല്ലാം ഇപ്പോൾ വന്ന രീതിയിലുള്ള ചോദ്യപേപ്പറാണ് SSLC പരീക്ഷയ്ക്ക് വരുന്നത് എങ്കിൽ അത്ര എളുപ്പമായിരിക്കുമോ നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ? ആയിരിക്കില്ല. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ രീതികൾ, പഠിക്കുന്ന രീതികളെല്ലാം മാറ്റേണ്ട സമയമായിരിക്കുന്നു. കാരണം ചോദ്യങ്ങളുടെ നിലവാരം ഉയർന്നു. ഇനി ഉയരേണ്ട നിലവാരം നിങ്ങളുടേതാണ് എന്ന് മനസ്സിലാക്കുക. അതിനെല്ലാ ഹെൽപ്പുമായിട്ട് ഞങ്ങളുണ്ടാവും. ഇതൊരു വാണിംഗ് തന്നെയാണ്. നന്നായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് A+ എത്താൻ കഴിയൂ. അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചത് കൊണ്ടൊന്നും A+ എത്താൻ കഴിയില്ല എന്ന കൃത്യമായ വാണിംഗ് ഈ ക്രിസ്മസ് പരീക്ഷ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.